Hello friends, welcome back to my YouTube channel. In this video, we are going to analyze a poem, Some Advice to Those Who Will Serve Time in Prison by Nazim Hikmat. Nazim Hikmat Ran, commonly known as Nazim Hikmat, was a Turkish poet, playwright, novelist, screenwriter, director and memoirist. He was born on January 15, 1902 in Salonika. His full name was Nazim Hikmat. He was commonly known as Nazim Hikmat was a Turkish poet. ഒരു ടർക്കിഷ് പോയറ്റാണ്. കൂടാതെ പ്ലേറൈറ്റ്, നോവലിസ്റ്റ്, സ്ക്രീൻ റൈറ്റർ, ഡയറക്ടർ, മെമ്മോറിസ്റ്റ് ഈ മേഖലയിലൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു നസീം ഹിക്മത്ത്. സലോണിക്കയിൽ 1902 ജനുവരി 15 അദ്ദേഹം ജനിക്കുന്നത്. ഹി വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സ് ഇൻ 20th century ടർക്കിഷ് ലിറ്ററേച്ചർ. അദ്ദേഹത്തെ വാസ് കൺസിഡർഡ് ആസ് എ മോഡേൺ ടർക്കിഷ് റൈറ്റർ, ഒരു മോഡേൺ ടർക്കിഷ് റൈറ്ററായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഹിസ് ഫസ്റ്റ് പോയംസ് പബ്ലിഷ് വെൻ ഹി വാസ് 17. 17ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയംസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹി ഡൈഡ് ഓൺ ജൂൺ 2, 1963 മോസ്കോയിൽ 1963 ജൂൺ 2 അദ്ദേഹം മരിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. Hikmat became involved in leftist literary magazines in 1924. Arrested for his political activities, he escaped to Russia and returned to Turkey in 1928. Hikmat ultimately left Turkey in 1951 after a long imprisonment for subversive political activities. അപ്പോൾ അദ്ദേഹം ഒരു ലെഫ്റ്റിസ്റ്റ് ആയിരുന്നു. നസീം ഹിക്മത്ത് ഒരു ലെഫ്റ്റിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലെഫ്റ്റിസ്റ്റ് ലിറ്റററി മാഗസിൻസിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം 1924 കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു ചായ്വ് അന്നത്തെ പിന്നെ ആ ഒരു കാരണം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് കാരണം അദ്ദേഹത്തെ ഒരുപാട് ഇംപ്രിസൺമെൻറ്റൊക്കെ നേരിട്ടുള്ള ഒരാളാണ്. ഡ്യൂ ടു ഇറ്റ് ദീസ് തിങ്സ് ഹി എസ്കേപ്പ് ടു റഷ്യ. അദ്ദേഹം പിന്നീട് റഷ്യയിലേക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആഫ്റ്റർ എ ലോങ് പീരിയഡ് ഇൻ 1928 ഹി റിട്ടേൺ ബാക്ക് ടു ടർക്കി. അദ്ദേഹം ടർക്കിയിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. ഹിക്മത്ത് ultimately left Turkey in 1951 after a long imprisonment for subversive political activities. പിന്നീട് 1951 ഹിക്മത്ത് വീണ്ടും ടർക്കി വിട്ടു പോകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഇംപ്രിസൺമെൻറ്റ്സ് ഒക്കെ നേരിട്ടതിൻ്റെ കാരണമായിട്ട് 1951 അദ്ദേഹം വീണ്ടും ടർക്കി വിട്ട് പോകുന്നുണ്ട്. ഹിക്മത്ത് wrote many works of poetry including the epic of Sheikh Badruddin and the portraits of people from my land, a 20,000-line epic novel in verse. Both were published in 1936. ഹിക്മത്ത് ഒരുപാട് പോയട്രി കളക്ഷൻസ് എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒരു ലോങ് എപ്പിക് നോവലാണ് ദ എപ്പിക് ഓഫ് ഷെയ്ഖ് ബദ്രുദ്ദീൻ എന്ന് പറയുന്നതും പോർട്രേറ്റ്സ് ഓഫ് പീപ്പിൾ ഫ്രം മൈ ലാൻഡ് എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ 20,000 വരികളുള്ള ഒരു എപ്പിക് നോവൽ ഇൻ വേഴ്സാണ്. ബോത്ത് ദീസ് വർക്ക്സ് വർ പബ്ലിഷ് ഇൻ ദ ഇയർ 1936. ഇത് രണ്ടും പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1936. After his death of heart attack in Moscow, his works continued to be banned in Turkey until 1965. നമ്മൾ പറഞ്ഞു 1963 അദ്ദേഹം മരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം മോസ്കോയിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈവൻ ആഫ്റ്റർ ഹിസ് ഡെത്ത്, അദ്ദേഹത്തിൻ്റെ മരണശേഷം ഹിസ് വർക്ക്സ് ബാൻഡ് ഇൻ ടർക്കി അണ്ടിൽ 1965. 1965 വരെ അദ്ദേഹത്തിൻ്റെ വർക്കുകളെല്ലാം ടർക്കിയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ് നോട്ടബിൾ വർക്ക്സ്. ഹ്യൂമൻ ലാൻഡ്സ്കേപ്സ് ഫ്രം മൈ കൺട്രി, പോംസ് ഓഫ് നസീം ഹിക്മത്ത്, തിങ്സ് ഐ ഡിഡ് നോ അലൗഡ്, ദ ഡേ ബിഫോർ ടുമോറോ, മോസ്കോ സിംഫണി, സെലക്റ്റഡ് പോം. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ നോട്ടബിളായിട്ടുള്ള വർക്കാണ്. ഇതിനെ കൂടാതെ ഒരുപാട് അധികം ഉണ്ട്. ദെൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സം അഡ്വൈസ് ടു ദോസ് ഹു വിൽ സെർവ് ടൈം ഇൻ പ്രിസൺ എന്ന് പറയുന്ന പോയത്തിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ നമുക്ക് നോക്കാം. ദ പോയം ഈസ് അബൌട്ട് എ പ്രിസണർ ഫോർ നോട്ട് ഗിവിംഗ് അപ്പ് ഹിസ് ഹോപ്പ് ഇൻ ദ വേൾഡ്, ഹിസ് കൺട്രി ആൻഡ് പീപ്പിൾ. Nazim tells the prisoner to live despite the enemy. He advises the prisoner to think of seas and mountains and weave and make mirrors. ഇവിടെ ഈ ഒരു പോയം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് ആൻ അഡ്വൈസ്. ഇതൊരു അഡ്വൈസ് ഫോമിലാണ്. അതായത് ദ പോയറ്റ് ഈസ് ഗിവിങ് അഡ്വൈസ് ടു ഹിസ് ഇൻമേറ്റ്സ് ഇൻ ദ പ്രിസൺ. പ്രിസണിലുള്ള അദ്ദേഹത്തിൻ്റെ ഇൻമേറ്റ്സിന് ചില അഡ്വൈസുകൾ, ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ് പോയിട്ട്. അപ്പോൾ ജയിലിൽ കിടക്കുന്ന ജയിൽ നിവാസികളോടാണ് അദ്ദേഹം അഡ്വൈസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഒരു അഡ്വൈസാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ സ്പീക്കർ പറയുന്നത് ഫോർ നോട്ട് ഗിവിങ് അപ്പ് ദിസ് സിറ്റുവേഷൻ എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ഗിവിങ് അപ്പ് ആവരുത്, നിങ്ങൾ ഡൗൺ ആവരുത്. അതായത് ദിസ് പോം ഇസ് എ കൈൻഡ് ഓഫ് ഹോപ്പ്. ഒരു ഹോപ്പാണ് ഇതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്.
അപ്പോൾ നസീം ടെൽസ് ദ പ്രിസണർ ടു ലീവ് ടു സ്പൈറ്റ് ദ എനിമി. ഇവിടെ പോയിട്ട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളുടെ മുന്നിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല, കാരണം നിങ്ങളിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ജയിലിലകപ്പെട്ടു എന്നത് ഒഴിച്ച് നിങ്ങളിപ്പോൾ ജീവനോടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗിവ് അപ്പ് ആവേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പോയിട്ട് ഇവിടെ അഡ്വൈസ് ചെയ്യുന്നത്. ഹി അഡ്വൈസസ് ദ പ്രിസണർ ടു തിങ്ക് ഓഫ് സീസ് ആൻഡ് മൗണ്ടെയിൻസ് ആൻഡ് വീവ് ആൻഡ് മേക്ക് മിറേഴ്സ്. പോയിട്ട് അഡ്വൈസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ അതിവിശാലമായ നദികളെയും സമുദ്രങ്ങളെയൊക്കെ സ്വപ്നം കാണുക, അല്ലെങ്കിൽ പിന്നെ മൗണ്ടെയിൻസിൻ്റെ സ്വപ്നം കാണുക. അതേപോലെ തന്നെ നിങ്ങളുടെ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മേക്ക് മിറേഴ്സ് ആൻഡ് വീവ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഇവിടെ പറയുന്നത് ഒരു വാല്യൂ ഓഫ് ടൈം, ആ ഒരു ടൈമിൻ്റെ വാല്യൂ ആണ് പോയിട്ട് ഇൻമേറ്റ്സിനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ്. ദിസ് ഈസ് ദ വെരി ബ്രീഫ് ഐഡിയ ഓഫ് ദിസ് പോയം. ഇനി നമുക്ക് സ്റ്റാൻസ വൈസ് അനാലിസിസ് ഒന്ന് നോക്കാം. If instead of being hanged by neck you are thrown inside for not giving up hope in the world, your country and people, if you do 10 or 15 years apart from the time you have left, you won't say, better I had sung from the end of a rope like a flag. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ഒരു പോം ഒരു ഫ്രീ വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാകും, ഒരു ഫ്രീ വേഴ്സാണ്. ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഹാങ്ഡ് ബൈ ദ നെക്ക് യു ആർ ത്രോൺ ഇൻസൈഡ്, നിങ്ങളെന്താണ് ഇൻസ്റ്റെഡ് ഓഫ് ഹാങ്ങിങ് യു ടു ഡെത്ത് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കൊലക്കാരിൽ ഒരു തൂങ്ങി മരിക്കുന്ന അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്യുന്നതിന് പകരം യു ആർ ത്രോൺ ഇൻസൈഡ്. ഇൻസൈഡ് എന്ന് പറയുന്നത് ഇവിടെ പ്രിസൺ ആണ്. ഇഫ് യു ആർ പുട്ട് ഇൻസൈഡ് നിങ്ങൾ ജയിലിൽ അടക്കപ്പെട്ടു, അതിനെ ഓർത്ത് നിങ്ങൾ ഗിവിങ് അപ്പായിട്ട് നിങ്ങൾ പിന്നെ ഹാങ് ചെയ്യാൻ നിന്നാൽ, ഫോർ നോട്ട് ഗിവിങ് അപ്പ് ഹോപ്പ് ഇൻ ദ വേൾഡ് യുവർ കൺട്രി ആൻഡ് പീപ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തോടും നിങ്ങളുടെ രാജ്യത്തോടും നിങ്ങളുടെ ജനങ്ങളോടും അവരോടൊക്കെയുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും നിങ്ങൾ സൂയിസൈഡ് ചെയ്യാനോ ഹാങ് ചെയ്യാനോ ഒക്കെ നിങ്ങൾ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, ഇഫ് യു ഡു 10 or 15 years apart from the time you have left, you won't say. ഒരു പക്ഷേ ഇഫ് യു ഡു 10 or 15 years apart from the time you have left, അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ 10 or 15 കൊല്ലങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ഇൻസൈഡിൽ ഈ ഒരു ജയിലിൽ നിങ്ങൾ ചിലവഴിച്ചേക്കാം. എന്നതുകൊണ്ടൊക്കെ യു വോണ്ട് സേ ബെറ്റർ ഐ ഹാഡ് സങ് ഫ്രം ദ എൻഡ് ഓഫ് എ റോപ്പ് ലൈക്ക് എ ഫ്ലാഗ്. ഇതുകൊണ്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്ത് പറയരുത് എന്നാണ് പറഞ്ഞത്. ഇതിനേക്കാൾ നല്ലത് എന്താണ്, എന്താ പറയുന്നത്, ഇറ്റ് വാസ് ബെറ്റർ ടു ബി ഹാങ് ടു ഡെത്ത് ദാൻ ദിസ് ഇംപ്രിസൺമെൻറ്റ്. ഈ ഒരു ഇംപ്രിസൺമെൻറ്റിനേക്കാൾ നല്ലതാണ് ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ തൂങ്ങി മരിക്കുന്നത്. ലൈക്ക് എ ഫ്ലാഗ്, ഒരു ഫ്ലാഗ് ആ കയറിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ തൂങ്ങുന്നതാണ് ഇതിലും നല്ലത് എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് എന്നാണ് ഇവിടെ. ഇൻസ്റ്റെഡ് ഓഫ് ഹാങ്ങിങ് യു ടു ഡെത്ത്, ഇഫ് യു ആർ പുട്ട് ഇൻസൈഡ് എ പ്രിസൺ ഫോർ 10 to 15 years, you will be proud of it because you allowed your people and fought for their freedom, equality and brotherhood. Then you will never say that it was better to be hanged to death than the imprisonment. ഇവിടെ പോയിട്ട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പകുതിയിലധികം ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗികമായിട്ടൊരു സമയം നിങ്ങൾ ഒരു പക്ഷേ ഈ ഒരു ജയിലിൽ കഴിഞ്ഞേക്കാം. അതുകൊണ്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തോടും നിങ്ങളുടെ ജനതയോടുള്ള ആ ഒരു പ്രതീക്ഷ നിങ്ങൾ കൈവടിയരുത്, നിങ്ങൾ ഹാങ് ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ പറയരുത് എന്നാണ്. ബെറ്റർ ഐ ഹാഡ് സങ് ഫ്രം ദ എൻഡ് ഓഫ് എ റോപ്പ് ലൈക്ക് എ ഫ്ലാഗ്, ഇതിനേക്കാൾ നല്ലത് ഹാങ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് എന്നാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇസ് എ കൈൻഡ് ഓഫ് അഡ്വൈസ്. Then second part, you will put your foot down and leave. It may not be a pleasure exactly, but it's your solemn duty to live one more day to spite the enemy. Part of you may lie alone inside like a stone at the bottom of a well. അപ്പോൾ യു വിൽ പുട്ട് യുവർ ഫുഡ് ഡൗൺ ആൻഡ് ലിവ്, അതിന് പകരം, അതായത് ഹാങ് ചെയ്യുന്നതിന് പകരം, ഇൻസ്റ്റെഡ് ഓഫ് ഹാങ്ങിങ് ഇൻ എ റോപ്പ്, ഒരു റോപ്പിൽ നിങ്ങൾ ഹാങ് ചെയ്യുന്നതിന് പകരം യു വിൽ പുട്ട് യുവർ ഫുഡ് ഡൗൺ, നിങ്ങൾ നിങ്ങളുടെ കാലുകൾ നിലത്ത് വെക്കുക, ആൻഡ് ലിവ്, നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നാണ്. ഇറ്റ് മേ നോട്ട് ബി എ പ്ലഷർ എക്സാക്ട്ലി, ഒരു പക്ഷേ എന്താണ്, യു ഹാവ് ടു ഫേസ് മെനി ഡിഫിക്കൽട്ടീസ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഒരുപാട് ദുഃഖങ്ങൾ, ഇറ്റ് മേ നോട്ട് ബി എ പ്ലഷർ, ഇതൊന്നും ഒരു രസകരമായിട്ടുള്ള കാര്യമായിരിക്കില്ല എങ്കിൽ കൂടി, ബട്ട് ഇറ്റ്സ് യുവർ സോളം ഡ്യൂട്ടി ടു ലീവ് വൺ മോർ ഡേ ടു സ്പൈറ്റ് ദ എനിമി. പക്ഷേ ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എങ്ങനെ, ടു ലീവ് വൺ മോർ ഡേ ടു സ്പൈറ്റ് ദ എനിമി, നിങ്ങളുടെ ശത്രുവിന് മുന്നിൽ വിജയിച്ചുകൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. പാർട്ട് ഓഫ് യു മേ ലോൺ ഇൻസൈഡ് ലൈക്ക് എ സ്റ്റോൺ അറ്റ് ദ ബോട്ടം ഓഫ് എ വെൽ, ഒരു പക്ഷേ എന്താണ്, പാർട്ട് ഓഫ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, ഒരു പാർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, യു സ്പെൻഡ് ഇൻ ദിസ് ജയിൽ, നിങ്ങൾ ഈ ഒരു ജയിലിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏതുപോലെ, ലൈക്ക് എ സ്റ്റോൺ അറ്റ് ദ ബോട്ടം ഓഫ് എ വെൽ,
കിണറിൻ്റെ അടിയിലെ ഒരു കല്ല് ഒറ്റയ്ക്ക് നിൽക്കുന്നത് പോലെ, അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, നിങ്ങളുടെ ഭാഗികമായിട്ടുള്ള ഒരു പാർട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. എന്നതുകൊണ്ടൊന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഡെസ്പാവരുത് എന്നുള്ളതാണ്. നിങ്ങൾ ഹാങ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ശത്രുവിന് മുന്നിൽ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പോയിട്ട് ഇവിടെ പറയുന്നത്. But the other part must be so caught up in the flurry of the world that you shiver there inside when outside at 40 days distance a leaf move. But the other part must be caught up. But the other part is very busy with problems. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഭാഗം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ മറ്റൊരു ഭാഗമുണ്ട്. അതെന്താണ്? ആ ഒരു ഭാഗത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. ഇൻ ദ ഫ്ലറി ഓഫ് ദാറ്റ് യു ഷിവർ ദർ ഇൻസൈഡ്. ഒരു പക്ഷേ നിങ്ങൾ എന്താണ്, സംടൈംസ് യു ഷിവർ ഇൻ ദ കോൾഡ് ഡേയ്സ് ഇൻ ദ പ്രിസൺ. ഒരു പക്ഷേ പ്രിസണിൽ നിങ്ങൾ ആ ഒരു തണുത്ത രാത്രികളിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾ വിറക്കുന്നുണ്ടാവും. ഒരുപാട് ഡിഫിക്കൽട്ടീസൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടാവും. വെൻ ഔട്ട് സൈഡ് അറ്റ് 40 days distance എ ലീഫ് മൂവ്സ് ബട്ട് യു നോ ദാറ്റ് യു ആർ എ മാൻ ആൻഡ് യു കനോട്ട് ബി ഡിഫീറ്റഡ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ശത്രുവിന് മുന്നിൽ ജയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ആ ഒരു സമയത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടുന്നതിന് പകരം ബെറ്റർ ടു തിങ്ക് ദ റിമൈനിങ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലെ റിമൈൻ ആയിട്ടുള്ള പാർട്ടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് stanza, to wait for letters inside to sing sad songs or to lie awake all night sharing at the ceiling is sweet but dangerous. പോയിട്ട് ഇവിടെ കൊടുക്കുന്ന ഉപദേശം ഇതാണ്. ടു വെയിറ്റ് ഫോർ ലെറ്റേഴ്സ്, to wait for letters inside to sing sad songs or to lie awake all night staring at the ceiling is dangerous but sweet but dangerous. ഇവിടെ പോയിട്ട് പറയുന്നത് ഹിക്മത്ത് പോയിറ്റ് ഓർ സ്പീക്കർ ഈസ് അഡ്വൈസിങ് ദ പ്രിസണേഴ്സ് നോട്ട് ടു ഡു സർട്ടൻ തിങ്സ്. ചില കാര്യങ്ങൾ നിങ്ങൾ ജയിലിൽ ചെയ്യരുത് എന്ന് പോയിറ്റ് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ദേ ഷുഡ് നെവർ വെയിറ്റ് ഫോർ ലെറ്റേഴ്സ്. എന്ത് ചെയ്യരുത്, നിങ്ങൾ ലെറ്റേഴ്സിന് കാത്തിരിക്കരുത് എന്ന് പറയണേ. ടു വെയിറ്റ് ഫോർ ലെറ്റേഴ്സ് ഇൻസൈഡ്, നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഓർമ്മകളെ നിങ്ങൾ എടുക്കരുത്. ടു സിങ് സാഡ് സോങ്സ്, അതേപോലെ തന്നെ നോർ സിങ് സാഡ് സോങ്സ്, ദുഃഖകരമായിട്ടുള്ള പാട്ടുകൾ നിങ്ങൾ പാടരുത്. ഓർ ടു ലൈ വേക്ക് ഓൾ നൈറ്റ് സ്റ്റെയറിങ് അറ്റ് ദ സീലിംഗ് ഈസ് സ്വീറ്റ്. അതേപോലെ തന്നെ നോർ സ്പെൻഡ് സ്ലീപ്ലെസ് നൈറ്റ്സ്, നിങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ നിങ്ങൾ കടന്നു പോകരുത്. ഏതുപോലെ ലുക്കിംഗ് അറ്റ് ദ സീലിംഗ് ഓഫ് ദ പ്രിസൺ ബിൽഡിംഗ്, അതായത് പ്രിസണിൻ്റെ ചുമരിലേക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ റൂഫിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ സ്ലീപ്ലെസ് നൈറ്റ്സ് ഒന്നും സ്പെൻഡ് ചെയ്യരുത്. അതായത് അങ്ങനെ നിങ്ങൾ ഡെസ്പാവരുത്, ഡള്ളാവരുത് എന്നാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ദുഃഖകരമായ ഓർമ്മകളെ നിങ്ങൾ അയവിറക്കരുത്. ദുഃഖകരമായ പാട്ടുകൾ നിങ്ങൾ പാടരുത്. രാത്രി നിങ്ങൾ ഇത് ഓർത്തുകൊണ്ട് വിഷമിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത് എന്നാണ് പോയിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ലുക്ക് അറ്റ് യുവർ ഫേസ് ഫ്രം ഷേവ് ടു ഷേവ്. Forget your age, watch out for lies and for spring nights, and always remember to eat every last piece of bread. Also, don't forget to laugh hardly, and who knows, the woman you love may stop loving you. അപ്പോൾ ഇവിടെ പോയിട്ട് പറയുന്നത് അതിനൊക്കെ പകരം ഇൻസ്റ്റെഡ് ഓഫ് ആൾ ദീസ് ബോർഡ് തിങ്സ്, ഈ ഒരു ബോർഡായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പകരം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണ് പോയിട്ട് ഇവിടെ ചെയ്യാൻ പറയുന്നത്? ലുക്ക് അറ്റ് യുവർ ഫേസ് ഫ്രം ഷേവ് ടു ഷേവ്. ഫോർഗെറ്റ് യുവർ ഏജ്. എവറി മോർണിംഗ് യു ഷുഡ് ഷേവ് യുവർ ഫേസ്. നിങ്ങളുടെ താടിയൊക്കെ ഷേവ് ചെയ്യുക. ആൻഡ് വാഷ് ഇറ്റ് പ്രോപ്പർലി, നല്ല രീതിയിൽ മുഖമൊക്കെ വൃത്തിയാക്കിയിട്ട് ഇരിക്കുക. ഫൊഗെറ്റ് യുവർ ഏജ് ആൻഡ് ലുക്ക് അറ്റ് യുവർ ഫേസ് ത്രൂ മിറർ ആൻഡ് എൻജോയ് ദ ബ്യൂട്ടി ഓർ ഫൊഗെറ്റ് യുവർ ഏജ്. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കുക. നിങ്ങളുടെ പ്രായമൊക്കെ മറന്നു കളയുക. വാച്ച് ഔട്ട് ഫോർ ലൈസ് ആൻഡ് ഫോർ ദ സ്പ്രിംഗ് നൈറ്റ്സ് ആൻഡ് ആൾവേസ് റിമെമ്പർ. വാച്ച് ഔട്ട് ഫോർ ലൈസ്. ലൈസ് എന്ന് പറയുന്നത് തലയിലെ പേനിനെയാണ് ലൈസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ പറയുന്നത് കോംബ് യുവർ ഹെയർ പ്രോപ്പർലി ആൻഡ് കിൽ ഓൾ ദ ലൈസ് ഇൻ യുവർ ഹെയർ. നിങ്ങളുടെ മുടിയൊക്കെ ചീകിയിട്ട് നിങ്ങളുടെ മുടിയിലെ പേനുകളൊക്കെ ലൈസിനെയൊക്കെ എടുത്തു കളയുക. ആൻഡ് ഫോർ സ്പ്രിംഗ് നൈറ്റ്സ് ആൻഡ് ആൾവേസ് റിമെമ്പർ. ആൻഡ് ഫോർ അതേപോലെ തന്നെ ഇൻ ദി സ്പ്രിംഗ് സീസൺ ലുക്ക് അറ്റ് ദ സ്കൈ അറ്റ് നൈറ്റ് ആൻഡ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ട്വിങ്ക്ലിംഗ് സ്റ്റാർസ്. സ്പ്രിംഗ് നൈറ്റ്സൊക്കെ നിങ്ങൾ ആസ്വദിക്കുക. സ്പ്രിംഗ് സീസണിലുള്ള രാത്രികൾ, നല്ല തെളിഞ്ഞ നക്ഷത്രങ്ങളൊക്കെ കാണുന്ന രാത്രികളൊക്കെ നിങ്ങൾ ആസ്വദിക്കാൻ പഠിക്കുക. ആൻഡ് ആൾവേസ് റിമെമ്പർ ടു ഈറ്റ് ദ ലാസ്റ്റ് പീസ് ഓഫ് ബ്രെഡ്. അതേപോലെ തന്നെ ആൻഡ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ഈറ്റ് എവറി പീസ് ഓഫ് ബ്രെഡ്. നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ആൻഡ് ആൾസോ ഡോണ്ട് ഫൊർഗെറ്റ് ടു ലാഫ് ഹാർട്ട്ലി. പോയിട്ട് ഒന്നും കൂടി പറയുന്നുണ്ട്, എന്താണ്? ഡോണ്ട് ഫൊർഗെറ്റ് ടു ലാഫ് ഹാർട്ട്ലി. ഹൃദയം തുറന്നുകൊണ്ട്, മനസ്സ് തുറന്നുകൊണ്ട് നിങ്ങൾ പുഞ്ചിരിക്കാൻ നിങ്ങൾ മറക്കരുത്.
ആൻഡ് ഹൂ നോസ്, ദ വുമൺ യു ലവ് മേ സ്റ്റോപ്പ് ലവിങ് യു, ദ വുമൺ ഹൂ ലവ്ഡ് മേ റിജക്റ്റ് യു. ഒരു പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ലവർ ഒക്കെ നിങ്ങൾ ഒരു പക്ഷേ മേ റിജക്റ്റ് യു, ഒരു പക്ഷേ നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ബട്ട് ഡോണ്ട് വറി അബൌട്ട് സച്ച് സില്ലി തിങ്സ്. അത്തരം കാര്യങ്ങൾ ഓർത്ത് നിങ്ങളുടെ നല്ല സമയം നിങ്ങൾ ചിലവഴിക്കരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾ അതിനൊക്കെ പകരം നിങ്ങളുടെ ആരോഗ്യം നോക്കുക, നിങ്ങളുടെ സൗന്ദര്യം നോക്കുക, നിങ്ങളുടെ പ്രായത്തെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ടൈമിൻ്റെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുക എന്നാണ് പോയറ്റ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അത്തരം അഡ്വൈസസ് ആണ് പോയറ്റ് ഇവിടെ കൊടുക്കുന്നത്. ഡോണ്ട് സേ ഇറ്റ് നോ ബിഗ് തിങ്, ഇറ്റ്സ് ലൈക്ക് ദ സ്നാപ്പിംഗ് ഓഫ് എ ഗ്രീൻ ബ്രാഞ്ച് ടു ദ മാൻ ഇൻസൈഡ്. ടു തിങ്ക് ഓഫ് റോസസ് ആൻഡ് ഗാർഡൻസ് ഇൻസൈഡ് ഇസ് ബാഡ്. To think of seas and mountains is good. Read and write without rest. And I also advise weaving and making mirrors. ഇവിടെ പോയിട്ട് പറയുന്നത് ഡോണ്ട് സേ ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. പക്ഷെ അതൊന്നും ഒരു വലിയ കാര്യമല്ല എന്നൊന്നും നിങ്ങൾ പറയേണ്ട. ദാറ്റ് ഈസ് ദ റിയാലിറ്റി, യു ഷുഡ് ഫേസ് ഇറ്റ്. ചില റിയാലിറ്റി ഉണ്ട്, അത് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദ സ്നാപ്പിംഗ് ഓഫ് എ ഗ്രീൻ ബ്രാഞ്ച് ടു ദ മാൻ ഇൻസൈഡ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നഷ്ടപ്പെട്ടതും നമുക്ക് കഴിഞ്ഞു പോയ നമ്മുടെ വിലയേറിയ സമയങ്ങളൊക്കെ വിഷമമുള്ള കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ അതേതുപോലെയാണെന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് കട്ടിങ് ഓഫ് എ ഗ്രീൻ ബ്രാഞ്ച് ഓഫ് എ ട്രീ. ഒരു മരത്തിൻ്റെ ഒരു ബ്രാഞ്ച് കട്ട് ചെയ്യുന്നത് പോലെ ഇറ്റ് വിൽ ഗ്രോ ഫ്രഷ് ബ്രാഞ്ചസ് അഗെയിൻ, അല്ലേ? പുതിയ ബ്രാഞ്ചുകൾ അതിൽ നിന്ന് വരും. അപ്പോൾ അതുപോലെയുള്ളൂ. അതായത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അതിനെ ഓർത്ത് നിങ്ങൾ വിലപിക്കാതെ ഇനി വരാനിരിക്കുന്ന നല്ല സമയത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സമയത്തിൻ്റെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുക. അതേതുപോലെയാണെന്നാണ് പറയുന്നത്. ഇറ്റ്സ് മിയർലി ലൈക്ക് എ കട്ടിങ് ഓഫ് എ ഗ്രീൻ ബ്രാഞ്ച് ഓഫ് എ ട്രീ. ഒരു മരത്തിൻ്റെ ഒരു ബ്രാഞ്ച് കട്ട് ചെയ്യുന്നത് പോലെയുള്ളൂ. ബിക്കോസ് ഇറ്റ് വിൽ ഗ്രോ ഫ്രഷ് ബ്രാഞ്ച് അഗെയിൻ ആൻഡ് അഗെയിൻ. വീണ്ടും വീണ്ടും പുതിയ ബ്രാഞ്ചുകൾ വന്നുകൊണ്ടേയിരിക്കും. ടു തിങ്ക് ഓഫ് റോസസ് ആൻഡ് ഗാർഡൻ ഇൻസൈഡ് ഇസ് ബാഡ്. അതേപോലെ തന്നെ നിങ്ങൾക്കുള്ളിലുള്ള നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ചിന്തകളെ നിങ്ങൾ നിർത്തുക. നിങ്ങളുടെ ഉള്ളിലുള്ള റോസസിനെയും ഗാർഡൻസിനെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത്. ഡോണ്ട് ഡ്രീം ഓഫ് റോസസ് ആൻഡ് ഗാർഡൻസ് ഇൻസൈഡ് എ പ്രിസൺ. അതായത് ഇവിടെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പ്രിസണിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇമാജിനേഷൻ, ആ ലിമിറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് നിങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത്. അത്തരം ചിന്തകൾ നിങ്ങൾക്ക് നല്ലതല്ല എന്നാണ് പറയുന്നത്. ഈസ് ബാഡ് എന്ന് തന്നെയാണ് പോയിട്ട് പറയുന്നത്. ടു തിങ്ക് ഓഫ് സീസ് ആൻഡ് മൗണ്ടൻസ് ഈസ് ഗുഡ്. അതിനൊക്കെ പകരം നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻസ്റ്റഡ് ഡ്രീം ഓഫ് ക്ലൈംബിംഗ് ടു ദ ടോപ്പ് ഓഫ് മൗണ്ടൻസ് ആൻഡ് ട്രാവലിംഗ് അക്രോസ് ദ സ്ട്രീറ്റ്. ഇതിനൊക്കെ പകരം നിങ്ങൾ എന്താണ്? ഡ്രീം ഓഫ് ക്ലൈംബിംഗ് ടു ദ ടോപ്പ് ഓഫ് മൗണ്ടൻ. നിങ്ങൾ മൗണ്ടൻസ് ക്ലൈംബ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ട്രാവലിംഗ് അക്രോസ് ദ സീ കടൽ കടന്നിട്ടുള്ള നിങ്ങളുടെ യാത്രകളെക്കുറിച്ചോ അത്തരം ഒരു ബ്രോഡായിട്ടുള്ള വിശാലമായിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. അത്രയും ഇമാജിനേഷൻസ് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. And also, read and write without rest. And also advise weaving and making mirrors. And to keep busy by reading and writing. നിങ്ങൾ എഴുതുക, നിങ്ങൾ വായിക്കുക. And also advise weaving. അതേപോലെ തന്നെ യു ക്യാൻ സ്പെൻഡ് യുവർ വാല്യുബിൾ ടൈം ബൈ വീവിങ് ആൻഡ് മേക്കിംഗ് മിറേഴ്സ്. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ സമയം ചിലവഴിക്കുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ വീവിങ്, മേക്കിംഗ് മിറേഴ്സ്, അതായത് ഇവിടെ പ്രിസണേഴ്സൊക്കെ ചെയ്യുന്ന അവരുടെ കാര്യങ്ങളാണ്. അവർക്ക് അവിടെ ചെയ്യാനുള്ള ചില ജോലികൾ. നിങ്ങൾ നന്നായിട്ട് തുന്നിക്കൊണ്ടിരിക്കുക, മിറേഴ്സ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഡെസ്പാവരുത്. ഇവിടെ അക്കോർഡിംഗ് ടു ഹിക്മത്ത്, സർവൈവൽ ആൻഡ് എൻഡുറൻസ് ആർ പവർഫുൾ മോഡ്സ് ഓഫ് പ്രൊട്ടസ്റ്റ് ദാറ്റ് ഡിപ്രൈവ് ദ അതോറിറ്റീസ് ദ സാറ്റിസ്ഫാക്ഷൻ ലാറ്റൻറ്റ് ഇൻ ഇംപ്രിസൺമെൻറ്റ്. ഇംപ്രിസൺമെൻറ്റ് എന്നുള്ളതിന് അത് സർവൈവലിലൂടെയും എൻഡുറൻസിലൂടെയും അതിനെ എന്താ പറയുക ടാക്കിൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ സർവൈവ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഡിഫിക്കൽറ്റീസിനെ സർവൈവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു അഡ്വൈസസാണ് പോയിട്ട് ഇവിടെ കൊടുക്കുന്നത്. Next stanza. It's not that you can't pass 10 or 15 years inside and more. You can, as long as the jewel on the left side of your chest doesn't lose its luster. It's not you can't pass 10 or 15 years inside and more. അതായത് ഇവിടെ പോയിട്ട് പറയണേ, ഇഫ് യു ഫോളോ ദീസ് തിങ്സ്, ഇഫ് യു ഫോളോ ദീസ് അഡ്വൈസസ്, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സർവൈവ് ഇൻ പ്രിസൺ മോർ ദാൻ 15 years. നിങ്ങൾക്ക് ഈ ഒരു ജയിലിൽ 15-ലേറെ കൊല്ലങ്ങൾ ഇനിയും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ, അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് മോർ യു ക്യാൻ, അതിനേക്കാൾ അധികം നിങ്ങൾക്ക് ഇനിയും സാധിക്കും. ആസ് ലോങ് ആസ് ദ ജുവൽ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് യുവർ ചെസ്റ്റ് ഡസിൻ ലോസ് ഇറ്റ്സ് ലസ്റ്റർ. ഏതുപോലെ ആസ് ലോങ് ആസ് യുവർ ജുവൽ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് യുവർ ചെസ്റ്റ്, നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്, ഒരു ഹൃദയം നിങ്ങളുടെ ലെഫ്റ്റ് പാർട്ടിൽ ഉള്ളിടത്തോളം കാലം, അതായത് നിങ്ങളുടെ ഹൃദയം നല്ല എന്താ പറയുക ഒരു ലെസ് ചെയ്തിട്ട്, ലെസ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ ഗ്ലിറ്റർ തിളങ്ങാന്നില്ല എനിക്കാണ്. അപ്പോൾ ആ ഒരു
അത് ആ ഒരു ചെസ്റ്റ് അവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹാർട്ട് അവിടെ ഉള്ളിടത്തോളം കാലം യു ക്യാൻ സർവൈവ് മോർ ദാൻ 50 years. നിങ്ങൾക്ക് ഈ ഒരു 15-ലധികം കൊല്ലങ്ങൾ ഇനിയും അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇതിവിടെ ആ ഒരു എൻഡുറൻസിലൂടെ, ആ ഒരു പേഷ്യൻസിലൂടെ എന്താണ് പിന്നെ അവരുടെ ശത്രുക്കളുടെ മുന്നിൽ പിന്നെ അതിജീവിക്കാനും അവരുടെ മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കാനും സാധിക്കുമെന്നുള്ള ഒരു ഹോപ്പാണ് പോയിട്ട് പിന്നെ ഇൻമേറ്റ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു അഡ്വൈസസാണ്, ചില അഡ്വൈസസുകളാണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്പീക്കർക്കും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജയിൽ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ലൈഫ് എക്സ്പീരിയൻസസ് കൂടിയാണ് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ഒരു മുൻ പരിചയമുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയൊക്കെ പിന്നെ ആ ഒരു ജയിൽ ജീവിതത്തെ രസകരമാക്കാം, അല്ലെങ്കിൽ അതിനെ ക്രിയേറ്റീവ് ആക്കാം എന്നുള്ള ചില അഡ്വൈസസാണ് നമ്മുടെ പോമായിട്ടുള്ള സം അഡ്വൈസ് ടു ദോസ് ഹു വിൽ സെർവ് ടൈം ഇൻ പ്രിസൺ എന്ന് പറയുന്ന പോത്തിൽ പോയിൻറ്റ്സ് വരുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് പാർട്ട്. ഇഫ് യു ഹാവ് എനി questions related to this area, you can comment in the comment box. Okay, thank you.